ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഡിസംബർ 19 ഒരു വീഡിയോ ആണ്. 19 രാവിലെ ഒരു 2:30-3 മണിയോട് കൂടി ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിന്ന് ഞങ്ങൾ തൂത്തുക്കുടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഹനവാവയ്ക്ക് 3 വയസ്സ് തികയാണ്. ഇന്ന് ഹനവാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും നിരഞ്ജനയും ശരത്തിൻ്റെ അമ്മയും അനിയത്തിയും പിന്നെ എൻ്റെ അനിയത്തി കവിതയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 5 പേരും ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ശരത്ത് 2 ദിവസം മുമ്പ് തന്നെ തൂത്തുക്കുടിയിലുണ്ട്. അപ്പം സാറ് ഇന്നലെ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസം തൊട്ട് നമുക്ക് പാലരുവി ട്രെയിൻ അവൈലബിൾ ആണ്. നമുക്ക് തൂത്തുക്കുടി വരെ ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹനയുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണെന്ന് തോന്നുന്നു 1 മാസത്തേക്ക് പാലരുവി നിർത്തലാക്കിയ കേസ്. തിരുനെൽവേലി വരെ മാത്രമേ അതുള്ളൂ കേസ്. അപ്പം ഫസ്റ്റ് അന്നുവിൻ്റെ ബർത്ത്ഡേക്കും ഇങ്ങനെയായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തങ്ങിയൊക്കെയാണ് പോയിട്ടുള്ളത്. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അതറിയാം. അപ്പം രണ്ടാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അന്ന് കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയും ഞങ്ങൾ കുറേ പാടുപെട്ടു. അപ്പം ഇന്ന് 3ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് വയ്യ. എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ പാലരുവി നിരോധിച്ചു. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടാണ് കേസ് ഇപ്പം നമ്മൾ തൂത്തുക്കുടിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഈ പാലരുവിയുടെ ഈ റദ്ദ് ചെയ്യൽ 1 മാസത്തേക്കേ ഉള്ളൂ കേട്ടോ. അതായത് ഹനയുടെ ബർത്ത്ഡേ കഴിയുമ്പോൾ അതവർ പുനഃസ്ഥാപിക്കും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണിയോടുകൂടിയൊക്കെ ആവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇതാണ്ട് എസ് വളവിലേക്ക് പ്രവേശിക്കുകയാണ്. തെന്മലയൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പം എസ് വളവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഏത് സമയത്തും നമുക്ക് നിർഭയം നമുക്ക് യാത്ര ചെയ്യാൻ, കാരണം ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. ലോറിയായും കാറായും ഒക്കെ ഇഷ്ടം പോലെ വണ്ടികൾ. തെന്മല ആ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അപ്പം നമുക്ക് പണ്ടൊക്കെ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയെ കാണത്തില്ല. 8 മണിക്ക് ശേഷം നമ്മൾ തെന്മല കഴിഞ്ഞ് കുളത്തൂപ്പുഴ വഴി വരത്തില്ല, പിന്നെ വണ്ടികൾ കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചൊക്കെ വരുന്ന സമയത്ത് 8 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുനലൂർ വഴിയാണ് കേട്ടോ തിരിച്ചു വരുന്നത്. കാരണം നമുക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആവണമെങ്കിലോ എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാലോ നമ്മൾ വെട്ടുപോകും. അപ്പം അതുകൊണ്ട് നമ്മൾ പുനലൂർ വഴിയാണ് കേട്ടോ വരുന്നത്. അപ്പം അന്നത്തെ ദിവസം ഫുള്ള് കാർ ഓടിച്ചത് നമ്മുടെ നിരഞ്ജനയാണ് കേട്ടോ. അപ്പം അതൊരു റെക്കോർഡ് തന്നെയാണ് കേട്ടോ. 6-7 മണിക്കൂർ വേണ്ടി വരും നമുക്ക് തൂത്തുക്കുടിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ എനിക്കിഷ്ടമാണ്, പക്ഷേ തരുത്തില്ല, എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ചായയെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞാനും നിഞ്ചുസും കൂടെ 2 സെൽഫിയൊക്കെ എടുത്തു. ബാക്കിയുള്ളവരൊക്കെ അവിടങ്ങളിലൊക്കെ വരുന്നതേ ഉള്ളൂ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ബൈപ്പാസിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നേരം വെളുത്ത് വരുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു 6-6:30 മണിയൊക്കെ ആയി കാണും കേട്ടോ. അപ്പം ഇത് നമ്മുടെ ബൈപ്പാസാണ്. നല്ല മഞ്ഞായിരുന്നു കേട്ടോ അന്ന്. ഭയങ്കര തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഇപ്പം നേരം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണിച്ചാലേ എല്ലാവരുടെയും മുഖം കാണാൻ പറ്റത്തുള്ളൂ. കാരണം നേരത്തെയൊക്കെ ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനുണ്ട്, നമ്മുടെ അഞ്ജനയുണ്ട്. അഞ്ജന എന്ന് വെച്ചാൽ ശരത്തിൻ്റെ മാമൻ്റെ മകളാണ്. പിന്നെ ശരത്തിൻ്റെ അമ്മയുണ്ട്, പിന്നെ കവിതയുണ്ട്, പിന്നെ നിരഞ്ജനയുണ്ട്. അപ്പം നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത്. അപ്പം കണ്ടോ, നേരമൊക്കെ വെളുത്തു ഏകദേശം ഒരു 7:30 മണിയോടൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തൂത്തുക്കുടിയിലെത്താനായിട്ട് ഇനി ഏകദേശം ഒരു 1 മണിക്കൂർ അടുപ്പിച്ചെടുക്കും. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിലൊക്കെ നമ്മൾ തിരുനെൽവേലി ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് അലുവയും കേക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സ്നാക്സൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ പാട്ടൊക്കെ പാടിയാണ് കേട്ടോ പോകുന്നത്. കാരണം നിരഞ്ജനയ്ക്ക് ഉറക്കം വന്നൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ മൊബൈലിലിട്ട് കേട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ്ട് തൂത്തുക്കുടി ജംഗ്ഷനിൽ നമ്മളായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതാണ്ട് തൂത്തുക്കുടി വീട്ടിൽ ഇപ്പം എത്തും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ചെന്ന് ചേരുന്ന സെൻറ്റ് ജോർജ് എന്ന് പറഞ്ഞ സ്ട്രീറ്റാണിത്. അപ്പം ഞങ്ങൾ ഇതാണ്ട് വീട്ടിൽ കയറി. അപ്പം കുറേയൊക്കെ ബലൂണൊക്കെ അവിടെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഹന ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ വന്നവരെല്ലാം ഓരോരോ സാധനങ്ങൾ കൊടുത്ത് ഹനയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഹനയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ഷട്ട് ഡൗൺ ആണ്. അതായത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ കറണ്ട് കട്ടാണ് കേട്ടോ. നോക്കട്ടെ, ആയി നോക്കടി മാണ്ടു. അന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് വരാം. ബിന്ദുമ്മടുത്ത് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് വരാന്ന്. കുഞ്ഞല്ല, ഫ്രണ്ട്സ്. അവിടെ പോയി ഫ്രണ്ട്സിനൊക്കെ മുട്ടായി കൊടുക്കണം, ടീച്ചറിന് മുട്ടായി കൊടുക്കണം. നല്ല കുഞ്ഞിനെ വാച്ചർ മാമന് മിഠായി കൊടുക്കണം. ചെരുപ്പിന് എടുത്ത് തരുമോ? ആരുടെയാ? ടോമാഞ്ചേരി അല്ലേ?
ടാറ്റാ. എന്തോ പറ്റി? കുഞ്ഞാന്ന് വിളിച്ചാൽ അപ്പച്ചി വേണ്ട. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ നന്ദുവും ഹേമയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെയാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബലൂണെല്ലാം പിരിപ്പിക്കുന്നുണ്ട്. ബിന്ദു അമ്മന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും എൻഗേജ്ഡ് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ അടുക്കളയിൽ നടക്കുകയാണ്. അപ്പം നമ്മുടെ മെയിൻ ഷെഫായ നമ്മുടെ ശരത്തും സബ് ഷെഫായ നമ്മുടെ സിന്ധുവും കവിതയും പിന്നെ എല്ലാത്തിനെയും ഉപ്പ് നോക്കി ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ഞാനും ഒക്കെ ആയിട്ട് ദാണ്ടെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉള്ള ആ ഒരു കറിയാണ് ശരത്ത് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പം അത് സാലഡ്, വെജിറ്റബിൾ കറി, പായസം, പിന്നെ ചപ്പാത്തി, പത്തിരി. അത് രണ്ടും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. കൊല്ലത്തുനിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളല്ലാതെ പിന്നെ കോളേജിൽ നിന്ന് കുറച്ച് പേരൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയും പിന്നെ അതല്ലാതെ താഴത്തെ കുറച്ച് വീടുകളിലേക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ കുറച്ചധികം സംഭവങ്ങൾ ഉണ്ടാക്കി. അപ്പോഴേക്കും ഞങ്ങളുടെ ഹന വന്നു കേട്ടോ. അവിടെ മുട്ടായി എല്ലാം കൊടുത്തിട്ട് വന്നു. പിന്നെ ഹന ഇച്ചിരി കഞ്ഞിയെല്ലാം കുടിച്ചു. ഇതൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ബർത്ത്ഡേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബർത്ത്ഡേയിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കേക്കാണ് കേട്ടോ. അപ്പം അതിപ്പോൾ ഉടനെ വരും. അങ്ങനെ ഈ പട്ടുപാടയും ഉടുപ്പും ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയാണ്. പക്ഷെ ഹന അടങ്ങി നിൽക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും കേട്ടോ. എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി ഹനയുടെ കുറേ ഫോട്ടോയും എടുക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റില്ലായിട്ട് കിട്ടിയാൽ നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ പാവാട ഉടുപ്പ് നമ്മൾ ചെന്നൈ സിൽക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. തൂത്തുക്കുടിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല പീക്കോക്ക് ബ്ലൂ ഒക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹന ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടു. നല്ല കിരീടവും സംഭവമൊക്കെ വെച്ചു, ബോയെല്ലാം വെച്ചു. അപ്പോൾ കീർത്തനയും അതുപോലത്തെ ഒരു കളർ ഡ്രസ്സാണ് ഇട്ടത്. കീർത്തനയുടെ ഡ്രസ്സ് പക്ഷേ ഇച്ചിരി പഴയ ഡ്രസ്സാണ്. കീർത്തനയുടെ സുജ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് നൽകിയ ഡ്രസ്സാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. സത്യത്തിൽ ആ ഡ്രസ്സിൻ്റെ കൂടെ ഹനയുടെ ഡ്രസ്സ് അത്ര ഒരു എടുപ്പായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. അല്ലാതെ ഹനയുടെ ഡ്രസ്സ് നല്ല എടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ടെ സാറ് കണ്ടോ. സാറിന് നല്ല പനിയാണ്. സാറ് കുറേ ദിവസം കൊണ്ടേ പനിയാണ് സാറിന്. അതുകൊണ്ടാണ് സാറ് രാവിലത്തെ യാത്രയൊക്കെ ഒഴിവാക്കി തലേന്ന് തന്നെ വന്നത് കേട്ടോ. അപ്പം ഹന ദാണ്ടെ കേക്കിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ കേക്ക് ദാണ്ടെ വന്നിട്ടുണ്ട്. അപ്പം 3 വയസ്സായതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ 3 ടയർ കേക്കാണ് ഓർഡർ ചെയ്തത്. ഹനയുടെ ഡ്രസ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കളറാണ് കൊടുത്തത്. ശരത്തും ഒക്കെ ആ കളർ തന്നെയായിരുന്നു ഷർട്ട്. അന്നൊന്ന് ചിരിച്ചു നിൽക്കണേ. ഹാപ്പി ബർത്ത്ഡേ പാടിക്കും എല്ലാവരും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you dear, may God bless you dear. Happy birthday dear Hannu, ഹാപ്പി ബർത്ത്ഡേ. happy birthday to you. അവിടെ മുഖത്തൊരു അടുത്ത ആരെ വിളിക്കണം? ഫോട്ടോ പോലും കിട്ടത്തില്ല. അടുത്ത ആരെ വിളിക്കണം? പറ പേര് വിളി പെട്ടെന്ന്. അടുത്ത ആര് വന്നു കേക്ക് കൊടുക്കാൻ? നീ ഇത്രയും പേര് നിൽപ്പുണ്ട്. അങ്ങനെ വിളിക്കണ്ട. ആരെങ്കിലും വാ. അപ്പ വാ. അവള് കേക്കിൽ കോൺസെൻട്രേറ്റഡ് ആയി. അത് കുഴപ്പമില്ല. സമ്മാനം മേടിക്കും. അമ്മയുടെ ചെടിയെ കാട്ടി നല്ല എക്സ്പ്രഷൻ. കൈ വിടുന്നില്ല. സമ്മാനം എടുത്തോ? നോക്കിയേ യഥാർത്ഥ ആമയാണോ? സിന്ധു
കൈ കൊണ്ട് പക്ഷേ അതൊന്നുമില്ല ആരും ഞങ്ങൾ തരും ക്രീം അധികം ഇനി സിന്ധു ആന്റി അഞ്ജന അടുത്ത സിന്ധു ആന്റി വരുന്നോ ക്ലാപ്പ് 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 അടുത്ത സിന്ധു ആന്റി ഇതാ വരുന്നേ സിന്ധു ആന്റിക്ക് കൊടുക്കേ സിന്ധു ആന്റി ഇച്ചിരി കൊടുക്കും അടുത്ത അഞ്ജന മോളെ പോ അപ്പച്ചീനെ വിളിക്കലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ കുഞ്ഞ മതി അതെ അതെ അതൊക്കെ പഴയ കാലം അവളല്ലാതെ തന്നെ കഴിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നോ അമ്മക്ക് കേക്ക് കൊടുത്തില്ല കേക്ക് വാങ്ങിയപ്പോ അമ്മക്ക് കേക്ക് കൊടുക്ക് അമ്മക്ക് കേക്ക് കൊടുക്ക് അച്ഛനും കൊടുക്ക് ക്ലാപ്പ് 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 ഹാപ്പി ബർത്ത്ഡേ ഇത് ഒരേ കവറ് ഒരേ പൊതി ഒരേ കട അല്ല ഒരു ബന്ധമില്ല പൊതിഞ്ഞത് ഒരാളാ അല്ല പൊതിഞ്ഞത് രണ്ടാൾക്കാരാ ഒരേ കവറാണെന്നേ ഉള്ളൂ അല്ലേ വലിയ സൈക്കിള് ഒറ്റയ്ക്ക് സ്കൂളിൽ പോവാലോ മാജിക് ബാഗ് തന്നെ തുറന്നു സിന്ധു ആന്റിയുടെ ഇവിടെ എന്തോന്നു പേനയാന്ന് തോന്നുന്നു ഇതെല്ലാം പിങ്ക് ആണല്ലോ അന്നു ക്ലിപ്പുണ്ട് ഇതെന്ത് ബനിയനോ ഉടുപ്പുണ്ട് പാന്റ് ഉണ്ട് ഡയറി മിൽക്ക് ഉണ്ട് വളയുണ്ട് ക്ലിപ്പുണ്ട് 1000 രൂപ കൊടുത്ത് കളഞ്ഞു അല്ലേ അതിനിതാ ചിട്ടിയുടെ സമ്മാനം അതിനിതാ സിൽവർ ആണ് സിൽവർ നോക്ക് കമ്മല് അടിപൊളി കമ്മല് നോക്ക് അടിപൊളി കമ്മല് കണ്ടോ നമുക്ക് ഇടണേ ഇത് കേട്ടോ ഇതിനകത്ത് വെച്ചോ പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ മേടിച്ചെന്നേ ഉള്ളടേ ലോലിപോപ്പ് ബലൂണോ അത് നമ്മളിപ്പോ വീർപ്പിക്കും ക്രിസ്മസ് ഇത് പപ്പാനിയുടെ ഉടുപ്പ് ക്രിസ്മസിന് ഇടാൻ ഉടുപ്പായി ഇതേ പേട്ടോ കമ്പുമിട്ടായി നമ്മുടെ ഇരിപ്പുണ്ട് ഞാൻ കൊണ്ടുവന്നു ശരിയാ ഇതും കൂടെ തുറക്ക് അച്ചായിടത് നിഷ്കളങ്കം ചുമ്മാ ഇത് രാജകുമാരി സലോമയുടെ ഷൂസ് ആണല്ലോ സൂപ്പർ ആണല്ലോ സത്യം പറഞ്ഞാൽ അവള് ഇതൊന്നും എന്റെ പ്രതീക്ഷ അവക്ക് എന്തോ വേണം. അങ്ങനെ കോലാഹലങ്ങളുടെ ഒരു സംഭവം ദാ ഇവിടെ കഴിയുകയാണ്. നമ്മളുടെ അന്നു കേക്ക് മുറിച്ചു, കേക്ക് കഴിച്ചു, എല്ലാവർക്കും കേക്ക് കൊടുത്തു, എല്ലാവരും അന്നുവിന് ഗിഫ്റ്റ് കൊടുത്തു, ആശംസകൾ അറിയിച്ചു. എന്നിട്ടും താഴെ നിന്നും കീർത്തനയുടെ കോളേജിൽ നിന്നും ഒക്കെ ഗിഫ്റ്റുകൾ വന്നുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം അത് കുറേയൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു, നന്നായിട്ട് വെച്ചു കേട്ടോ. എല്ലാവരും കൂടെ ആണെങ്കിലും എല്ലാവരും കൂടെ നല്ല അടിപൊളി ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം അന്നുവിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഈ കഴിഞ്ഞത്. അപ്പം അന്നു ഒരു ബിഗ് ഗേൾ ആയി കേട്ടോ. അപ്പം അന്നു ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ഒരു മിടുക്കി കുട്ടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ അന്നുവിന് എല്ലാവിധ ജന്മാശംസകളും നമ്മൾ നേർന്നു കൊള്ളുന്നു കേട്ടോ.
അതോടൊപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.